എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. അചനക്മർ അമർകണ്ട് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലാണ് അചനക്മർ അമർകണ്ട് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തലശ്ശേരി. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്നുമായിരുന്നു പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് സുക്രോസ്. സുക്രോസ് ആണ് ടേബിൾ ഷുഗർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ, സിക്കിം. 8586 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ കാഞ്ചൻജംഗയാണ് ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പദാർത്ഥങ്ങൾ അതിചാലകത കാണിച്ചു തുടങ്ങുന്ന ഊഷ്മാവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ട്രാൻസിഷൻ ടെമ്പറേച്ചർ. പദാർത്ഥങ്ങൾ അതിചാലകത കാണിച്ചു തുടങ്ങുന്ന ഊഷ്മാവ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആരുടെ രചനയാണ് ഗോസായി പറഞ്ഞ കഥ? ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിൻ്റെ രചനയാണ് ഗോസായി പറഞ്ഞ കഥ. സൂഫി പറഞ്ഞ കഥ രചിച്ചത് KP രാമനുണ്ണി. KP രാമനുണ്ണിയുടെ രചനയാണ് സൂഫി പറഞ്ഞ കഥ. ഉത്തരായനരേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം തുടങ്ങി 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായനരേഖ കടന്നു പോകുന്നത്. സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ. TFM ആണ് സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്? ഇരുമ്പ്. ഇരുമ്പിൻ്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്. കാർബണിൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? കാർബൺ 12, കാർബൺ 13, കാർബൺ 14. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നിവയാണ് കാർബണിൻ്റെ ഐസോടോപ്പുകൾ. കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് കാർബൺ 14. കാർബൺ 14 കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പ്. അറ്റോമിക് നമ്പർ 79 ആയ മൂലകമേത്? സ്വർണം. സ്വർണമാണ് അറ്റോമിക് നമ്പർ 79 ആയ മൂലകം. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയം ഐസോടോപ്പ് യുറേനിയം 235. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയം ഐസോടോപ്പ്. ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിൽ. അമൃത ഷെർഗിലാണ് ചന്തയിലേക്ക് പോകുന്ന ദക്ഷിണേന്ത്യൻ ഗ്രാമീണർ എന്ന ചിത്രം വരച്ചത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ഹൈപ്പോഫൈസെക്ടമി. ഹൈപ്പോഫൈസെക്ടമി എന്ന ശസ്ത്രക്രിയയിലൂടെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി നീക്കം ചെയ്യുന്നത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ച പ്രശസ്ത ചിത്രകാരി അമൃത ഷെർഗിൽ. അമൃത ഷെർഗിലാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങൾ വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ ചിത്രീകരിച്ച പ്രശസ്ത ചിത്രകാരി. പാത്ത് ടു പവർ എന്ന കൃതി രചിച്ചത് മാർഗരറ്റ് താച്ചർ. മാർഗരറ്റ് താച്ചറാണ് പാത്ത് ടു പവർ എന്ന കൃതി രചിച്ചത്. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡ് ഏത്? ലാക്റ്റിക് ആസിഡ്. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്.
പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? 1.6726 ഇൻറ്റു 10⁻⁻27 kg. 1.6726 ഇൻറ്റു 10⁻⁻27 kg ആണ് പ്രോട്ടോണിൻ്റെ മാസ്. ഇലക്ട്രോണിൻ്റെ മാസ് 9.109 ഇൻറ്റു 10⁻⁻31 kg. 9.109 ഇൻറ്റു 10⁻⁻31 kg ആണ് ഇലക്ട്രോണിൻ്റെ മാസ്. ഭൗമ ഉപരിതല സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഇന്ത്യയെ എത്ര ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? 4. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും തുടങ്ങി 4 ഭൗമ ഉപരിതല സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഇന്ത്യയെ തരംതിരിച്ചിരിക്കുന്നത്. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം, അഡ്ഹീഷൻ എന്നാണ് വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം സാംഭർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം. ഇന്ത്യയുടെ മാനക രേഖാംശം എന്നറിയപ്പെടുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ്. 82.5 ഡിഗ്രി ഈസ്റ്റ് രേഖാംശ രേഖയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്നറിയപ്പെടുന്നത്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിര സിവാലിക് പർവ്വതനിരയാണ് ഔട്ടർ ഹിമാലയം എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വതനിര. ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂണാണ് ഏറ്റവും വലിയ ഡൂൺ. ഹിമാലയത്തിലെ ഏത് ചുരത്തിലൂടെയാണ് പഴയകാല സിൽക്ക് റൂട്ട് കടന്നുപോയിരിക്കുന്നത്? ഖൈബർ ചുരം. ഹിമാലയത്തിലെ ഖൈബർ ചുരത്തിലൂടെയാണ് പഴയകാല സിൽക്ക് റൂട്ട് കടന്നുപോയിരിക്കുന്നത്. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിളാണ് ബ്യൂട്ടി ബോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അലസവാതകങ്ങളുടെ സംയോജകത 0 അലസവാതകങ്ങളുടെ സംയോജകത. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം നാഥുലയാണ് സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരം. ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? കാരക്കോറം ചുരമാണ് ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി സിയാച്ചിനാണ് കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി. സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി നുബ്ര നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദു ഭാഷയാണ് പടപ്പാളയങ്ങളിലെ ഭാഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലബാർ കലാപം നടന്ന വർഷമേത്? 1921. 1921 മലബാർ കലാപം നടന്നത്. മനുഷ്യ ശരീരത്തിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ജീവികളിലെല്ലാം പാരമ്പര്യ പ്രേഷണം നടത്തുന്നത് ജീവികളിലെല്ലാം പാരമ്പര്യ പ്രേഷണം നടത്തുന്നത് DNA. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. 1905 ബംഗാൾ വിഭജനം നടന്നത്. ദൂരദർശൻ്റെ ലോഗോയിലെ ആപ്തവാക്യം സത്യം ശിവം സുന്ദരം എന്നതാണ് ദൂരദർശൻ്റെ ലോഗോയിലെ ആപ്തവാക്യം. രോഗപ്രതിരോധത്തിനാവശ്യമായ ജീവകമേത്? ജീവകം C ആണ് രോഗപ്രതിരോധത്തിനാവശ്യമായ ജീവകം. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാഷണൽ റിസോഴ്സസ്. IUCN ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്.
ഭൂമിയുടെ ഉള്ളിൽ ദ്രാവകാവസ്ഥയിൽ കാണുന്ന ശിലകളെ എന്ത് വിളിക്കുന്നു? മാഗ്മ. മാഗ്മ എന്നാണ് ഭൂമിയുടെ ഉള്ളിൽ ദ്രാവകാവസ്ഥയിൽ കാണുന്ന ശിലകളെ വിളിക്കുന്നത്. കറുത്ത പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് കറുത്ത പെയിൻറ്റിൽ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഒരു രൂപാന്തരം. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലം. ജലമാണ് സാർവിക ലായകം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലം കൊഹിഷൻ. കൊഹിഷൻ ബലമാണ് ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലം. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ. നെയ്യാർ നദിയാണ് കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യമല. അഗസ്ത്യമലയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. 1984 ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പമ്പ. പമ്പ നദിയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പുന്നപ്ര വയലാർ സമരം അടിച്ചമർത്തിയ ദിവാൻ CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യറാണ് പുന്നപ്ര വയലാർ സമരം അടിച്ചമർത്തിയ ദിവാൻ. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയം. ഹൃദയമാണ് അർബുദം ബാധിക്കാത്ത ശരീരഭാഗം. ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ. കൊഹിഷൻ ബലം എന്നാണ് ഒരേപോലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. സേവാസദൻ ആരുടെ കൃതിയാണ്? പ്രേംചന്ദ്. പ്രേംചന്ദിൻ്റെ കൃതിയാണ് സേവാസദൻ. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിയിക്കാനാവൂ എന്ന് പറഞ്ഞത് ടാഗോർ. ടാഗോറിൻ്റെ വാക്കുകളാണ് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിയിക്കാനാവൂ എന്നത്. ചേരൂർ കലാപം നടന്ന വർഷം 1843. 1843 ചേരൂർ കലാപം നടന്നത്. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്ര എന്നതാണ് ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് മുംബൈ. മുംബൈയാണ് ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. രക്തബാങ്കിൽ രക്തം സൂക്ഷിച്ചിരിക്കുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് രക്തബാങ്കിൽ രക്തം സൂക്ഷിച്ചിരിക്കുന്ന ഊഷ്മാവ്. കൊച്ചിൻ ചൈന എന്തിൻ്റെ വിത്തിനമാണ്? തെങ്ങ്. തെങ്ങിൻ്റെ വിത്തിനമാണ് കൊച്ചിൻ ചൈന. വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റാണ് വർണ്ണാന്ധത കണ്ടെത്തുന്നതിനുള്ള പരിശോധന. ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം ഏത്? കോക്ലിയ. കോക്ലിയയാണ് ഒച്ചിൻ്റെ ആകൃതിയിലുള്ള ശരീരഭാഗം. റഫറൻസ് പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് മുട്ട. മുട്ടയാണ് റഫറൻസ് പ്രോട്ടീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. മനുഷ്യൻ്റെ കവിളിൻ്റെ അനാട്ടമി നാമം ബക്കൽ. ബക്കൽ എന്നതാണ് മനുഷ്യൻ്റെ കവിളിൻ്റെ അനാട്ടമി നാമം. ബക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ബക്കൽ എന്ന വാക്ക് ഉദ്ഭവിച്ചത്. ആരുടെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ്? പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ആത്മകഥയാണ് മൈ മ്യൂസിക് മൈ ലൈഫ്.
കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് റിഗർ മോർട്ടിസ്. റിഗർ മോർട്ടിസ് എന്നാണ് മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്നത്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ് അരുവിപ്പുറം വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടത്. ചൊവ്വയിലേക്ക് പേഴ്സിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ച രാജ്യം USA ആണ് ചൊവ്വയിലേക്ക് പേഴ്സിവിയറൻസ് എന്ന റോബോട്ടിനെ അയച്ച രാജ്യം. നമേരി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം. അസമിലാണ് നമേരി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ആദ്യ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം. ഒറ്റപ്പാലമാണ് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ്. ചിത്രധാര വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലാണ് ചിത്രധാര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം സൗരോർജം. സൗരോർജമാണ് ഏറ്റവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷപാളി. പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പേരാർ എന്ന പേരിലും അറിയപ്പെടുന്ന നദി. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഉപ്പള കായൽ. ഉപ്പള കായലാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ. സംസ്ഥാന വനം വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസിക ആരണ്യകം. ആരണ്യകം എന്ന മാസികയാണ് സംസ്ഥാന വനം വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന മാസിക. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ ആസ്ഥാനം. ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ ആരാണ്? ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാണ് ഡൽഹി സർവകലാശാലയുടെ ചാൻസലർ. ഗുമ്ര ഏത് സംസ്ഥാനക്കാരുടെ ഗോത്രവർഗ്ഗക്കാരുടെ നൃത്തരൂപമാണ്? ഒഡീഷ. ഒഡീഷ സംസ്ഥാനത്തിലെ ഗോത്രവർഗ്ഗക്കാരുടെ നൃത്തരൂപമാണ് ഗുമ്ര. പഖുയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് പഖുയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു കോഡ് ബില്ലിന് രൂപം നൽകിയതിനാൽ ആധുനിക മനു എന്നറിയപ്പെട്ടത് ഡോക്ടർ അംബേദ്കർ. ഹിന്ദു കോഡ് ബില്ലിന് രൂപം നൽകിയതിനാൽ ആധുനിക മനു എന്ന പേരിൽ അറിയപ്പെട്ടത് ഡോക്ടർ അംബേദ്കർ ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്? 250 അടി. സമുദ്രനിരപ്പിൽ നിന്ന് 250 അടി ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്. അഗ്നികുണ്ഠല ഖനി ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ് അഗ്നികുണ്ഠല ഖനി സ്ഥിതി ചെയ്യുന്നത്. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം ഏത് പേരിൽ അറിയപ്പെടുന്നു? താപധാരിത. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപം താപധാരിത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മത്തിൻ്റെ പേര് സ്കാൽപ്പ്. തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മമാണ് സ്കാൽപ്പ്. ആര്യസമാജത്തിൻ്റെ ബൈബിൾ സത്യാർത്ഥ പ്രകാശം. ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശമാണ്. ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന ഇന്ത്യൻ നദി മാഹി നദി. മാഹി നദിയാണ് ഉത്തരായന രേഖ 2 തവണ മുറിച്ചു കടക്കുന്ന ഇന്ത്യൻ നദി. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം 1836:1. 1836:1 ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള
അനുപാതം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയമാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ്. റൂദർഫോർഡാണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത്. ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് AMU, അറ്റോമിക് മാസ് യൂണിറ്റ്. AMU ആണ് ആറ്റത്തിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ്. മോൾ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 23. ഒക്ടോബർ 23 മോൾ ദിനമായി ആചരിക്കുന്നത്. അവഗാഡ്രോ നമ്പർ ഏതാണ്? അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23. 6.022 × 10⁻23 ആണ് അവഗാഡ്രോ നമ്പർ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.